ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യൂൻസ് കോൾസ്. എൻ്റെ പേര് ഡോണ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആണ് എങ്കിൽ നിങ്ങളിലുള്ള 7 ക്വാളിറ്റീസ് ആണ്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലരെ സംബന്ധിച്ച് ആങ്കർ മാനേജ്മെൻറ്റും റിലേഷൻഷിപ്പ് വളരെ കാമായി ഹാൻഡിൽ ചെയ്യാനും ലൈഫിലുണ്ടാകുന്ന പല സിറ്റുവേഷൻസും വളരെ സിമ്പിളായി ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ IQ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്. നിങ്ങൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണോ എന്ന് അറിയാനുള്ള 7 കാര്യങ്ങളാണ് ആസ് പെർ സൈക്കോളജി ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സി. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർ നല്ല സെൽഫ് അവയർനെസ് ഉള്ള ആളുകളായിരിക്കും. എസ്പെഷ്യലി അവർക്ക് അവരുടെ ഇമോഷൻസിനെ പറ്റി നല്ല അവയർനെസ് ഉണ്ടാവും. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഭയങ്കര ഡെസ്പാണ്. നമ്മൾ അത്ര ഡെസ്പായിരിക്കുന്നതിന് ഒരു റീസൺ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഒരു 25 to 35 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പല പല ടെൻഷൻസ് ഉണ്ട്. എന്നാലും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ ഒരു റീസൺ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ടൈം പീരീഡിലൊക്കെ നമ്മുടെ ലൈഫിലെ ഒരു ഫേസ് ആണ് ഇത്. നമ്മൾ ഇമോഷണലി കുറച്ച് ഡൗൺ ആണ്. ഇറ്റ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫിൽ ചില സ്റ്റേജിൽ നമ്മൾ ഒന്ന് പോസ് ചെയ്യണം, നമ്മളൊന്ന് കാമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇറ്റ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു സെൽഫ് അവയർനെസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ യു ആർ ഇമോഷണലി സ്ട്രോങ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ പവർ ഓഫ് സെൽഫ് കൺട്രോൾ. പവർ ഓഫ് സെൽഫ് കൺട്രോൾ വരുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യും. ഹാപ്പിനെസ്സും വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനപ്പുറം നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ പോലും നമ്മൾ ഒരുപാട് റിയാക്ട് ചെയ്യാതെ നമ്മളൊരു സിറ്റുവേഷനോട് റെസ്പോണ്ട് ആണ് ചെയ്യുന്നത്. നമ്മൾ കാമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അത് കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് സെൽഫ് കൺട്രോൾ നിങ്ങളുടെ ഇമോഷൻസിൽ ഉണ്ടെങ്കിൽ യു ആർ ഇമോഷണലി സ്ട്രോങ്. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നല്ല എംപതി ഉള്ളവരായിരിക്കും. നമ്മളോട് പലരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കൊളീഗ്സൊക്കെ നമ്മളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. ഇപ്പം നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന പ്രശ്നം കേൾക്കുന്നതിനൊപ്പം നിങ്ങൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ ഓരോ ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അവരെ മനസ്സിലാക്കും. അങ്ങനെയുള്ള ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്, നിങ്ങൾക്ക് എംപതി ഉള്ളതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് യു ആർ ഇമോഷണലി ഇൻ്റലിജൻറ്റ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പം എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുന്നു, അപ്പോൾ അവിടെ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ എടുക്കാൻ അവർ മുന്നോട്ട് വരും. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം അതിലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് ഓൺ മെത്തേഡ് ഓഫ് സെൽഫ് കെയർ ഉണ്ടാവും. നമ്മൾക്ക് എല്ലാവർക്കും ഇമോഷൻസ് പലതരത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. നമുക്ക് സന്തോഷം വരുമ്പോഴും നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ചിലപ്പോൾ കരയും ചിരിക്കും എന്നതിനപ്പുറം അതിനൊരു വേറൊരു വേ ഉണ്ടാവും. അത് വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തികളിലും. ഇപ്പം നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ്, നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പുഷ് ബാക്ക് ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ ജേർണലിംഗ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ സിനിമ കാണും. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ കാമാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ യു ആർ ഇമോഷണലി സ്ട്രോങ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ ചെറിയ കാര്യങ്ങളെ പോലും അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്കൊരാൾ ഒരു ഗ്ലാസ് ചായ എടുത്തു തന്നു, നിങ്ങളൊരു താങ്ക് യു പറയും. അങ്ങനെ ചെറിയൊരു ജസ്റ്റേഴ്സിൽ പോലും ആളുകളോട് വളരെ പ്ലീസിങ് ആയി സംസാരിക്കും. അതായത് പ്ലീസ് ചെയ്യാൻ സംസാരിക്കുക എന്നല്ല ഞാൻ മീൻ ചെയ്യുന്നത്. നമുക്കൊരു ഹെൽപ്പ് ചെയ്യുന്നവരോട് ഒരു സിമ്പിൾ താങ്ക് യു, അതെന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, അങ്ങനെ വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി, അങ്ങനെയുള്ളവരായിരിക്കും ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്, നമുക്ക് ഒരുപാട് സങ്കടം വന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുമ്പോഴോ ഒന്നും നമ്മളൊരു ഡിസിഷൻ എടുക്കരുതെന്ന്. അത് ആ ഒരു ഇമോഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഇതെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് സത്യവുമാണ്. കാരണം നമ്മൾ ഇമോഷണലി നമ്മൾ വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസിഷൻസ് എടുത്താൽ അതായിരിക്കില്ല നമ്മുടെ മെൻ്റലി നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ, അത് ഇമോഷണലി നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. സോ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഡിസിഷൻ എടുക്കുമ്പോൾ അവരവരുടെ ഇമോഷനിലും കൂടുതൽ അവർ മെൻ്റൽ ആസ്പെക്ട്, സോഷ്യൽ ആസ്പെക്റ്റിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും അവർ ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു ആർ ഇമോഷണലി സ്ട്രോങ്. സോ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ള 7 ക്വാളിറ്റീസ് ആണ്. നിങ്ങൾക്ക് ഈ 7 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ യു ആർ ഇമോഷണലി സ്ട്രോങ്. ഇനി ഈ ക്വാളിറ്റീസ് ഒന്നും ഇൻബോൺ ഒന്നുമല്ല, നമ്മുടെ പല സിറ്റുവേഷൻസിലും ലൈഫിലെ പല കാര്യങ്ങളും വഴി നമ്മൾ പഠിച്ചെടുക്കുന്നതും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ പല ക്വാളിറ്റീസ് ഉണ്ടാവും, ചില ക്വാളിറ്റീസ് ഉണ്ടാവില്ല. ഒരു ആസ് പെർ സൈക്കോളജി ബേസിൽ ഞാനൊരു 7 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.